ഒറ്റമഴ പെയ്താൽ നഗരത്തിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ. ഒറ്റമഴ പെയ്താൽ ആലുവ നഗരത്തിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ. യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിൽ. ഒറ്റമഴ പെയ്താൽ മതി നഗരത്തിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വെള്ളക്കെട്ടിലാകും. സ്റ്റാൻഡിൽ മാത്രമല്ല കടകളിൽ വരെ വെള്ളം കയറും. പിന്നെ ഏറെ നേരം വെള്ളക്കെട്ടിൽ നിൽക്കുന്നത് യാത്രക്കാരും വ്യാപാരികളുമാണ്. സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് കാൽനടയാത്ര പോലും അസാധ്യമായി. ബസ് കയറാൻ കാത്തു നിൽക്കുന്നവർക്കും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവർക്കും ഏറെ ബുദ്ധിമുട്ടാകുന്നു. ഇവിടെ സ്ഥിരം വെള്ളക്കെട്ട് ഉണ്ടാകുന്നെന്ന് യാത്രക്കാർ പറഞ്ഞു. ഒരു മഴ പെയ്താൽ ആലുവ ബസ് സ്റ്റാൻഡിന്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പലതവണ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ പരാതിപ്പെട്ടെങ്കിലും മുനിസിപ്പാലിറ്റി ഇതേവരെ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. കടകൾ തുറന്നു പ്രവർത്തിക്കുവാനോ യാത്രക്കാർക്ക് ബസ് സ്റ്റാൻഡ് പ്രവേശിക്കുവാനോ പറ്റാത്തൊരവസ്ഥയാണെന്ന് ബസ് സ്റ്റാൻഡിലുള്ളത്. ഈ അവസരത്തിൽ മുനിസിപ്പാലിറ്റി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പുതിയ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിലവിലുള്ള കെട്ടിടത്തിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കാതെ മുനിസിപ്പാലിറ്റി പുതിയ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുവാനും കച്ചവടക്കാർക്ക് ചോർച്ചയിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് കച്ചവടം നടത്തുവാനോ യാത്രക്കാർക്ക് സുഖമായി ബസ് സ്റ്റാൻഡ് പ്രവേശിക്കുവാനോ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഈ അവസരത്തിൽ ബസ് സ്റ്റാൻഡ് കച്ചവടക്കാർ ബസ് തൊഴിലാളികളും സ്റ്റാൻഡിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും താൽക്കാലിക നടപടികൾ മാത്രമാണ് ഉണ്ടാകുന്നതെന്ന് പരാതി. ന്യൂസ് 95 കേരളയ്ക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയത് റബീഹ്, ആലുവ.